ലോകത്തിലാരും മരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. എന്നും ജീവിക്കണം, നിലനിൽക്കണം എന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. കാരണം മരണം ഒരു നഷ്ടമാണ്. എന്നാൽ മരണം എല്ലാവരെയും തേടി വരുന്നു. എന്താണ് ഈ മരണം? നമ്മുടെ ജീവാത്മാവ് നമ്മുടെ ശരീരത്തിൽ നിന്ന് വേർപെടുന്നതിനെയാണ് നമ്മൾ മരണമെന്ന് പറയുന്നത്. അതായത് മരണം എന്നാൽ ഒരു വേർപാടാണ്, സെപ്പറേഷൻ അഥവാ ഒരു അകൽച്ചയാണെന്ന് നമുക്ക് പറയാം. എന്നാൽ യഥാർത്ഥത്തിൽ മനുഷ്യൻ തൻ്റെ സൃഷ്ടാവായ ജീവന്റെ ഉറവിടമായ ദൈവത്തിൽ നിന്ന് അകന്നതല്ലേ മരണം? അതെ, ആ മരണം എങ്ങനെ സംഭവിച്ചു നമുക്ക് നോക്കാം. ബൈബിൾ പറയുന്നു, ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യുകയാൽ മരണം സകല മനുഷ്യരിലും പരന്നിരിക്കുന്നു. ഇത് ആദ്യ മനുഷ്യനായ ആദമിലൂടെയാണ് സംഭവിച്ചത്. എന്നാൽ ബൈബിൾ വ്യക്തമാക്കുന്നു, പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ, ദൈവത്തിൻ്റെ കൃപാവരമോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ നിത്യജീവൻ തന്നെ. പാപം നിമിത്തം എന്നേക്കുമായി ദൈവത്തിൽ നിന്ന് അകന്ന് നിത്യമരണത്തിലുള്ള മനുഷ്യന് ജീവൻ നൽകുവാനും ദൈവവുമായുള്ള സ്നേഹബന്ധത്തിലൂടെ എന്നേക്കും നിലനിൽക്കുന്ന ജീവനെ നൽകുവാനാണ് യേശുക്രിസ്തു ഈ ലോകത്തിൽ വന്നത്. ബൈബിൾ പറയുന്നു, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിനും ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. യേശു പറഞ്ഞു, ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. പ്രിയരെ, ഇപ്രകാരം നിത്യമരണത്തിൽ നിന്ന് നമ്മെ രക്ഷിച്ച് നിത്യജീവൻ നൽകാനാണ് യേശു ക്രിസ്തു വന്നത്. യേശുവിൽ വിശ്വസിപ്പിൻ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.